കേന്ദ്രാവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങല ഇന്ന് വൈകിട്ടാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 20 ലക്ഷത്തിലധികം പേർ മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളാകും. മനുഷ്യച്ചങ്ങല കേന്ദ്ര സർക്കാരിനെതിരായ ശക്തമായ താക്കീതായി മാറുമെന്ന് ഡിവൈഎഫ്ഐ വ്യക്തമാക്കി. വിവിധ മേഖലകളിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ആദ്യം കണ്ണൂരിൽ നിന്നും സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അസംഖ്യം ആളുകൾ അണിനിരക്കുന്ന ഒരു ചരിത്ര സംഭവമായിരിക്കും മനുഷ്യച്ചങ്ങല. ഇനിയുള്ള കാലം അടയാളപ്പെടുത്താൻ പോവുക എന്നത് നിശ്ചയമാണ്. എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി മനസ്സിലാക്കുന്നു. കണ്ണൂരിൽ എങ്ങനെയാണ്? കാവ്യ, കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരായ കേരളത്തിലെ യുവജന മുന്നേറ്റം അതിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. മനുഷ്യച്ചങ്ങലക്ക് ഏറ്റവും മനുഷ്യ മധുലായി മാറുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നേരത്തെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ കാസർഗോഡ് അതിർത്തിയായ കാലിക്കടവ് ആണൂർ പാലം മുതൽ മാഹി പൂഴിത്തല വരെയുള്ള 76 കിലോമീറ്റർ ദൂരത്തിലാണ് മനുഷ്യച്ചങ്ങല തീർക്കുന്നത്. ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള യുവജന പ്രവർത്തകർ, അതോടൊപ്പം തന്നെ ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കൊപ്പം തന്നെ വിവിധ സംഘടനകൾ, കർഷക തൊഴിലാളികൾ, സഹകരണ മേഖലയിലെ ജീവനക്കാർ, അതോടൊപ്പം തന്നെ മറ്റ് വിവിധ സർവീസ് സംഘടനകൾ എല്ലാവരും തന്നെ ഈ ഒരു മനുഷ്യച്ചങ്ങലയിൽ അണിചേരണം എന്നുള്ള ആഹ്വാനം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യച്ചങ്ങല എന്നുള്ളത് കണ്ണൂർ ജില്ലയിൽ ഒരു മനുഷ്യ മതിലായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2 ലക്ഷം പേർ കണ്ണൂർ ജില്ലയിൽ ഈ മനുഷ്യച്ചങ്ങലയിൽ കണ്ണികളാകും എന്നുള്ളതാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. വലിയ പ്രചരണം ഇതിൻ്റെ ഭാഗമായി തന്നെ സംഘടിപ്പിച്ചിരുന്നു. അതിൽ കൂടുതൽ ആളുകൾ കണ്ണൂർ ജില്ലയിൽ മനുഷ്യച്ചങ്ങലയിൽ എത്തുന്ന തരത്തിലേക്കാണ് അതിൻ്റെ അവസാന മണിക്കൂറുകളിലേക്ക് ഡിവൈഎഫ്ഐയുടെ പ്രചരണവും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളും എല്ലാം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമുഖരായിട്ടുള്ള പലരും ഈ മനുഷ്യച്ചങ്ങലയിൽ കണ്ണിയാകുന്നുണ്ട്. സാഹിത്യകാരൻ എം മുകുന്ദൻ ഇതിൻ്റെ ഏറ്റവും അവസാന കണ്ണിയായി, മാഹി പൂഴിത്തലയിൽ എം മുകുന്ദനാണ് ഏറ്റവും അവസാന കണ്ണി ചേരുന്നത്. അതോടൊപ്പം തന്നെ ആദ്യ കണ്ണിയായി ടി.ഐ. മധുസൂദനൻ, പയ്യന്നൂർ എം.എൽ.എ. ടി.ഐ. മധുസൂദനും കണ്ണി ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൂർ നഗരത്തിൽ ഫുട്ബോൾ താരം സി.കെ. വിനീത്, സിനിമാ താരം ഗായത്രി വർഷ ഉൾപ്പെടെയുള്ളവർ കണ്ണൂർ നഗരത്തിൽ ഈ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമാകുന്നുണ്ട്. ഡിവൈഎഫ്ഐ നേതാക്കൾക്ക് പുറമെ വിവിധ സംഘടനകളുടെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ, അതോടൊപ്പം തന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുമെല്ലാം തന്നെ ഈ മനുഷ്യച്ചങ്ങലയിൽ കണ്ണുചേരും. വലിയ പ്രചരണം ഇതുമായി ബന്ധപ്പെട്ട മാസങ്ങളായി നടന്നു വരികയാണ്. അതിൻ്റെ പരിസമാപ്തിയിലേക്ക്, ഈ മനുഷ്യച്ചങ്ങലയിലേക്ക് എത്തുമ്പോഴേക്കും അത് വലിയ ഒരു കേരളം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ ഒരു മുന്നേറ്റമായി, യുവജന മുന്നേറ്റമായി അല്ലെങ്കിൽ ഒരു ബഹുജന മുന്നേറ്റമായി തന്നെ അത് മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാവ്യ.